നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും തങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കുകയാണെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിലോ ഒരുപക്ഷെ 2 ദിവസങ്ങൾക്കുള്ളിലോ എല്ലാം ശരിയാകുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറാൻ വിഷയത്തിൽ രാജ്യം സ്വീകരിക്കുന്ന നിർണായക നിലപാടുകൾ വിശദീകരിക്കാൻ ട്രംപ് ഇന്ന് വൈകുന്നേരം അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇറാനെ വിട്ടുകളയുകയാണ് ആകെ എനിക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ അത് ഉടനെ ചെയ്യും. അതോടെ അവർ തകർന്നു വീഴും. ഞങ്ങളുടെ ജോലികൾ ഒരുവിധം പൂർത്തിയാക്കുകയാണ്. ഒരുപക്ഷെ 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് താൻ കരുതുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാനുമായി ഒരു കരാറിലും ഏർപ്പെടേണ്ട ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടതിനാൽ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളോട് എണ്ണ ലഭ്യത സ്വന്തമായി ഉറപ്പുവരുത്താനാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ചിട്ടുള്ള യുദ്ധത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മറ്റു രാജ്യങ്ങളോട് ഇനി അവരുടെ ബുദ്ധിമുട്ട് അതൊന്നും സ്വന്തം കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനാൽ ഇറാനെ തകർക്കാൻ കൂട്ടുനിൽക്കാത്ത രാജ്യങ്ങൾക്ക് ഇന്ധനം ലഭിക്കുന്നില്ല. ഒന്നെങ്കിൽ US-ൽ നിന്ന് ഇന്ധനം വാങ്ങുക, അല്ലെങ്കിൽ ധൈര്യം സംഭരിച്ച് ഹോർമുസിലേക്ക് പോയി ഹോർമുസ് പിടിച്ചെടുക്കുക. ഇതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വയം പോരാടാൻ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വരാത്തതുപോലെ നിങ്ങളെ സഹായിക്കാൻ ഇനി US അവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ എണ്ണ സ്വയം നേടുകയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാവുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളെ പരസ്യമായി വിമർശിച്ചും വെല്ലുവിളിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്കയെ സഹായിക്കാത്ത രാജ്യങ്ങൾ ഇനി സ്വന്തം നിലയ്ക്ക് ഇന്ധനം കണ്ടെത്തണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്നെങ്കിൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുക, അല്ലെങ്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിൽ പോയി പോരാടി ഇന്ധനം പിടിച്ചെടുക്കുക എന്നതാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പോംവഴി. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാനുള്ള തൻ്റെ ആഹ്വാനം നിരസിച്ച സഖ്യകക്ഷികളെയാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത്. രാജ്യങ്ങൾ സ്വന്തമായി പോരാടാൻ പഠിക്കണമെന്നും എല്ലായ്പ്പോഴും സഹായിക്കാൻ അമേരിക്ക കൂടെ ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ തടസ്സം കാരണം വിമാന ഇന്ധനം ലഭിക്കാത്ത ഇറാന്റെ തകർച്ചയ്ക്കായുള്ള നീക്കങ്ങളിൽ സഹകരിക്കാൻ വിസമ്മതിച്ച UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് തനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. 1. US-ൽ നിന്ന് വാങ്ങുക. ഞങ്ങളുടെ പക്കൽ ധാരാളമുണ്ട്. 2. കുറച്ച് വൈകിയാണെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് കടലിടുക്കിലേക്ക് പോയി അത് പിടിച്ചെടുക്കുക എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്ക പരിമിതമായ സൈനിക നീക്കം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആഗോള എണ്ണ വിതരണത്തിൻ്റെ 20% കൈകാര്യം ചെയ്യുന്ന പ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചത്. ഇത് രൂക്ഷമായ ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാവുകയും നേരത്തെ ബാരലിന് $75 ആയിരുന്ന ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് കുതിച്ചുയരാൻ ഇടയാകുകയും ചെയ്തു. ഇറാന് കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഹോർമുസ് കടലിടുക്ക് തുറപ്പിക്കാൻ ട്രംപിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പാത സുരക്ഷിതമാക്കാൻ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കണമെന്നും അദ്ദേഹം സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടെങ്കിലും പ്രധാന രാജ്യങ്ങളൊന്നും അനുകൂലമായി പ്രതികരിച്ചില്ല. ഇതോടെ രോഷം കടുപ്പിച്ച ട്രംപ് പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ ഇനി സ്വന്തം കാര്യം നോക്കിക്കൊള്ളണമെന്ന് വ്യക്തമാക്കി. ഞങ്ങൾ സ്വന്തമായി പോരാടാൻ ശീലിക്കണം. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാതിരുന്നത് പോലെ ഇനി മുതൽ അമേരിക്ക നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ശക്തി ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നും പ്രയാസകരമായ ജോലികൾ പൂർത്തിയായെന്നും അവകാശപ്പെട്ട ട്രംപ് ഇനി നിങ്ങളുടെ എണ്ണ നിങ്ങൾ തന്നെ പോയി എടുത്തോളൂ എന്ന് രാജ്യങ്ങളെ വെല്ലുവിളിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാന്റെ ദേശീയ കറൻസിയിൽ ടോൾ ഈടാക്കാനുള്ള നിർദ്ദേശം ഇറാന്റെ പാർലമെന്ററി കമ്മിറ്റി അംഗീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ വരുന്നത്. അമേരിക്കയുമായും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും ഇറാനെതിരെ
ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ കപ്പലുകളെ തടയാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. തിങ്കളാഴ്ച ട്രംപ് വീണ്ടും ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ സമാധാന കരാറിന് തയ്യാറാവുകയും കടലിടുക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ഊർജ്ജ നിലയങ്ങൾ അമേരിക്ക തകർക്കും. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപിനെ അമേരിക്ക വീണ്ടും ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഏപ്രിൽ 6-ന് മുമ്പ് ഇറാനുമായി ഒരു കരാറിലെത്താനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നും വൈറ്റ് ഹൗസ് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കടലിടുക്ക് ഭാഗികമായി അടഞ്ഞുകിടക്കുകയാണെങ്കിൽ പോലും ഇറാനെതിരെയുള്ള സൈനിക നീക്കം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാണെന്നും കടലിടുക്ക് തുറക്കാനുള്ള സങ്കീർണമായ ദൗത്യം പിന്നീടത്തേക്ക് മാറ്റിവെക്കാൻ അദ്ദേഹം സഹായികളോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വാഷിംഗ്ടണിന്റെ ആവശ്യങ്ങൾ അമിതവും യാഥാർത്ഥ്യ ബോധ്യമില്ലാത്തതും യുക്തിരഹിതവുമാണെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ഇറാൻ US നിർദ്ദേശങ്ങൾ തള്ളി. ഇസ്രായേലിലും ഗൾഫിലെ US താവളങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണം ഇറാൻ തുടരുകയാണ്. US സൈന്യം തങ്ങളുടെ മണ്ണിൽ പ്രവേശിച്ചാൽ ഗൾഫ് അറബ് രാജ്യങ്ങൾക്കെതിരെ കരയുദ്ധം ആരംഭിക്കുമെന്നും പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ വിരിക്കുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആദ്യ ആക്രമണങ്ങൾ ആരംഭിച്ച് 1 മാസത്തിലേറെ പിന്നിട്ടിട്ടും ഹോർമസ് കടലിടുക്കിൽ ഇറാന്റെ ആധിപത്യം തുടരുകയാണ്. സമാധാന കാലത്ത് ലോകത്തെ എണ്ണയുടെ 1/5 കൊണ്ടുപോകുന്ന പേർഷ്യൻ ഗൾഫിലെ ഈ പ്രധാന ജലപാതയ്ക്ക് മേലുള്ള ഇറാന്റെ നിയന്ത്രണം ആഗോള എണ്ണവില കുതിച്ചുവരാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ മേഖലയിലെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളും എണ്ണവില വർദ്ധിപ്പിച്ചു. ഇത് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെ ഉലയ്ക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരു വെടിനിർത്തൽ ഉടൻ ഉണ്ടായില്ലെങ്കിൽ, കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഈ ആഴ്ച ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപിന് നേരെയും ഒരുപക്ഷെ സമുദ്രജലം കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായേക്കാം. ഇറാന്റെ പ്രത്യാക്രമണം കഠിനമായി ബാധിച്ച അമേരിക്കയുടെ ഗൾഫ് സഖ്യകക്ഷികൾ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുന്നതുവരെ പോരാട്ടം തുടരണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടതായി US ഗൾഫ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മേഖലയിലെ ഈ വർദ്ധിച്ചു വരുന്ന രോഷത്തോട് പ്രതികരിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി തങ്ങൾ മേഖലയിലെ US സേനയെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും ചൊവ്വാഴ്ച ആവർത്തിച്ചിട്ടുണ്ട്. അറബികളെയോ ഇറാനികളെയോ ബഹുമാനിക്കാത്ത, സുരക്ഷ നൽകാൻ കഴിയാത്ത ശത്രുക്കളായ ആക്രമികളെയാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്നാണ് അബ്ബാസ് അറാഗ്ചി എക്സിൽ കുറിച്ചിരിക്കുന്നത്.